ആൾക്കാർ കേൾക്കൂട്ടാ. ഇത് അകത്തിരുന്നാ മതിന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, ഒരു വെളിച്ചം കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിന്റെ ഉള്ളിലിരുന്ന് മടുത്തു. അതെ, സത്യത്തിൽ ഒരു TV ഒക്കെ വേണം കേട്ടോ വീട്ടില്. വേണം പറയാ. വേണ്ട. വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണ് TV ഒക്കെ കാണാൻ. പിന്നെ അത്യാവശ്യം അല്ലേ? ബാക്കിയെല്ലാം തികഞ്ഞിരിക്കും ഇവിടെ. അല്ല എന്നാലും കഥ വന്നു. രാഘേട്ടാ, എന്താ നിങ്ങള് വിചാരം? വാടക എത്ര മാസമായി തന്നിട്ട്? വാടക തരണ്ടത്. അതെപ്പ തരല്? കൈക്കിൽ ഇപ്പൊ പൈസ ഇല്ലാണ്ടാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഈ വീട് വാടക കൊടുത്തിട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ്. എനിക്ക് ഈ പൈസ കിട്ടണ്ടാവില്ല. അല്ല രാഘവേട്ട അറിഞ്ഞില്ലേ വണ്ടിന്ന് വീണത് കയ്യൊക്കെ? ആ വണ്ടിന്ന് വീണ അതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. അത് എനിക്ക് പൈസ തന്നെ വേണം. അത് ഇപ്പൊ നിങ്ങൾക്ക് സൂക്കടാന്ന് പറഞ്ഞാലും എനിക്ക് നിൽക്കാൻ പറ്റില്ല. അല്ല, കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ എങ്ങനെ തരാനാ രാഘവേട്ടാ? എന്നാ നിങ്ങൾ വീട് ഒഴിഞ്ഞേന്നേ, ഞാൻ വേറെ കൊടുത്തിട്ട് വാടക പണിക്കൂലേ? അങ്ങനെയൊന്നും പറയല്ലേ രാഘവേട്ടൻ, ഞങ്ങളുടെ അവസ്ഥ പിന്നെ ഞാൻ എങ്ങനെ പറയണ്ടേ? പിന്നെ രാഘവേട്ടാ, നിങ്ങളിപ്പോ ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പെരുവഴിയിലാവും. അതൊന്നും എനിക്ക് ആലോചിച്ച് അങ്ങനൊന്നും എനിക്ക് സഹതാപമൊന്നും നടന്നാൽ എന്റെ കാര്യം നടക്കൂല. എനിക്ക് ഇപ്പം വാടക കിട്ടണം. എപ്പോ തരും അതാ പറയണ്ടേ. പിന്നെ മാത്രല്ല, രാഘവേട്ടൻ വലിയ മനസ്സുള്ള ആളല്ലേ, ഇതും കൂടി ഒന്ന് ക്ഷമിക്കും. അങ്ങനെ വലിയ മനസ്സൊന്നും എനിക്കില്ല. പൈസന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു മനസ്സേ ഇല്ല എനിക്ക്. അല്ല, ഇപ്പൊ കുറച്ച് പൈസ കിട്ടാനുണ്ട്, അപ്പൊ തരാം. എപ്പോ കിട്ടും? എപ്പോ കിട്ടത്? ഒരാഴ്ച, 3 ഉള്ളിൽ കിട്ടും. 3 ആഴ്ച ഉറപ്പാന്നല്ല? ഓ, 3 ആഴ്ച ഉറപ്പ്. എന്നാ പിന്നെ ഉറപ്പാണ്. ഇല്ലെങ്കിൽ വീട് കഴിഞ്ഞ് തരേണ്ടി വരും. ഓ, വേറെയും കുറെ ആൾക്കാർക്ക് കൊടുക്കണ്ടേ? അപ്പൊ ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലാണ്ട് കൊടുക്കും. ആ പാട്ടി പൈസ കിട്ടിയിട്ട് ഇയാളുടെ കൊടുത്തു തീർത്താൽ ഒരു സമാധാനം കിട്ടും. ഏട്ടാ, എന്നാലും ഇവിടെ വന്ന ഒറ്റണത്തിന് മനുഷ്യത്തല്ല കേട്ടോ. അവർക്ക് എന്തിനാ മനുഷ്യത്വം? അവര് വാടക വെച്ചില്ലേ? അല്ല, എന്നാലും ഈ കൈ കാണുമ്പോ ഒന്ന് ചോദിക്കൂലേ എങ്ങനെ ഉണ്ടെന്ന്? അവര് വാടക ചോദിച്ചില്ലേ? അവർക്ക് വാടകയല്ലേ കാര്യം. പിന്നെ അതുപോലെ മന്മഥൻ വന്നിട്ട് അവന്റെ സ്കൂട്ടറിന് ചെലവായിട്ടുള്ള പൈസ, അവർക്ക് അതല്ലേ കാര്യം. അവരത് ചോദിച്ചു, അതന്നെ. ഇതിപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരുന്നൊരു കാര്യമില്ല. നമുക്കൊരു കാര്യം, ഇപ്പൊ ഇന്ന് പോയാൽ നടക്കുവോ? ഇന്നിപ്പോ പഞ്ചായത്തിൽ പോയ സമയം കഴിഞ്ഞില്ലേ? സമയം കഴിഞ്ഞു. നാളെ രാവിലെ തന്നെ പോവാം. അന്ന് രാവിലെ പോണം. നാളെ രാവിലെ പോയിട്ട് അവരോട് പറയാം ഉച്ചയ്ക്ക് തന്നെ പൈസ തരണമെന്ന്. അപ്പൊ വൈകിട്ട് ഇവർക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ തരുമോ? ചോദിച്ചു നോക്കാം, നമ്മുടെ അത്യാവശ്യമില്ല. ഇത് എങ്ങനെ വിറ്റുകളത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണാണാവത്? ഒരു മൂടിയില്ല. സമ്മതിക്കണം. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. ഇതില് മരുന്നിന്റെ ബില്ലൊക്കെ ഉണ്ട്. അതിന് ഞാൻ നിങ്ങളോട് മരുന്ന് വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റും മരുന്നിന്റെ ബില്ലും വേണോന്ന് പറഞ്ഞു. ആര്? എല്ലാരും പറഞ്ഞു. എന്താ സംഭവം? അല്ല, സാറേ, മറ്റേ പട്ടിയുടെ പൈസ വേണം. ഏത് പട്ടിയുടെ? തെരുവു പട്ടിയുടെ പൈസ. നിങ്ങളിപ്പോ എവിടേക്കാ വന്നത്? നിങ്ങൾ സ്ഥലം വല്ലതും തെറ്റിണ്ടോ? ഇത് പഞ്ചായത്ത് ഓഫീസാണ്. അതെ, പഞ്ചായത്തിൽ കൊടുക്കാനാ പറഞ്ഞത്. എന്ത് കൊടുക്കാൻ പറഞ്ഞ? എന്ത് വിഷയം എന്താന്ന് പറയൂ ആദ്യം. സാറേ, ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പട്ടി കുറുക ചാടി. പട്ടീനെ ഇടിച്ചു? വണ്ടി ഇടിച്ചു? അല്ല, പട്ടി ഇങ്ങോട്ട് വന്ന് ഇടിക്കുക ചെയ്തു സാറേ. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അതന്നെ, വണ്ടി ഇടിച്ചു പട്ടീനെ. അതെ, എന്തായാലും വണ്ടി വീണു, ഞാനും വീണു. കയ്യിനിപ്പോ ഒരു പൊട്ടുണ്ട്. അപ്പൊ അത് ആശുപത്രിയിലല്ലേ പോയി. അപ്പൊ അത് ഈ പട്ടി ഇങ്ങനെ കുറുക ചാടുക ചെയ്ത് കഴിഞ്ഞാൽ അതിന് പഞ്ചായത്തിന് നിന്ന് പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ തെരുവു പട്ടിയുടെ ശല്യം കൊണ്ടുള്ള പൈസ. അപ്പൊ പിടുത്തം കിട്ടി. ഇപ്പൊ സംഭവത്തിലേക്ക് വന്നു. അതായത് ഇപ്പോ ഇത് ഏതാ പട്ടി? പട്ടിക്ക് വല്ലതും പറ്റിയോ? പട്ടിക്കൊന്നും പറ്റില്ല. ഇല്ല. ഏത് പട്ടിയാ? ഏതോ ഒരു പട്ടി സാറേ. അല്ല, ഇത് ഏത് ഉടമസ്ഥന്റെ ആണ്? വല്ല വീട്ടുകാരെ ആരെങ്കിലും അറിയോ പട്ടിയുടെ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ചുവന്നിട്ടൊരു പട്ടിയാണ്. അതായത് തടിയൊന്നുമില്ല, അങ്ങനെ മെലിഞ്ഞിട്ട് ഒരു അലഞ്ഞു കിടക്കണ പട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ചുവപ്പ് നീലാന്നൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ പട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ നിറത്തിന് പരിഗണന ഒന്നുമില്ല. അത് റേഷൻ കാർഡിനെ ഉള്ളൂ. ഇതിപ്പോ എവിടെ വെച്ചിട്ടാ? ഇത് മറ്റേ കുന്നത്തറമ്പ്. കുന്നത്തറമ്പ്. അത് ഈ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലം അത്. അതെ. അപ്പോ കുന്നത്ത് പറമ്പ് വെച്ചിട്ടാണെങ്കിലേ പൈസ കിട്ടാൻ സാധ്യത ഇല്ല കേട്ടോ. അങ്ങനെ പറയില്ല സാറേ. അല്ല, ഞാൻ പറയണതിന്റെ അല്ല, അത് സാധ്യത ഇല്ല എന്നുള്ളതിന് അതിന് കാരണം ഉണ്ട്. അതുകൊണ്ടാണ്
നമ്മൾ ഈ തെരുവട്ടിയുടെ ശല്യത്തിന് വേണ്ടിയിട്ടേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്ന് ഫണ്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫണ്ട് നമ്മള് പഞ്ചായത്ത് കൃത്യമായിട്ട് അത് ഉപയോഗിച്ചിട്ട് വന്ധീകരണമൊക്കെ നടത്തിയിട്ട് അത് ഇപ്പോ തെരുവട്ടിയുടെ ശല്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് അയക്കൊക്കെ ഉണ്ടായി. അല്ല സാറേ, ഇത് ശരിക്കും പട്ടി ഇടിച്ചതിനാണ്. അതെ, നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഉണ്ടായിണ്ടാവുക. പക്ഷെ നമ്മൾ ഈ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു, തെരുവട്ടിയുടെ ശല്യം അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടേ. പിന്നെ വീണ്ടും പട്ടി ഇടിച്ചു, പട്ടി അങ്ങനെ വണ്ടിയിൽ ശല്യമായി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാശ് കിട്ടില്ലല്ലോ. അല്ല സാറ്, അങ്ങനെ പൈസ കിട്ടും. ഞാൻ വാർത്തയെ കണ്ടല്ലോ ഒരു കൊച്ചിന് 5000 രൂപ കിട്ടിയതൊക്കെ. അത് ഈ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ വന്നിട്ടേ അത് അങ്ങനെ അങ്ങോട്ട് കൊടുത്തതാ. അത് എന്നാ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ പോവാ. അത് വേണ്ട, അതല്ല വേണ്ടത്. ആദ്യം നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് സിരിജഗൻ കമ്മീഷനെ കണ്ട് പരാതി കൊടുക്കണം. മനസ്സിലായില്ലേ അല്ലേ? അത് സംസ്ഥാനത്തെ തെരുവ് നായ്ക്കളുടെ ശല്യത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് സുപ്രീം കോടതി നിയമിച്ചിട്ടുള്ള ഒരു കമ്മീഷനാണത്. അത് എറണാകുളത്താ. അത് നിങ്ങൾ തന്നെ നേരിട്ട് പോവും വേണം. അല്ല, എന്നാ അവിടെ പോയാ അപ്പൊ തന്നെ പൈസ കിട്ടുമായിരിക്കും അല്ലേ? അപ്പൊ തന്നെ പൈസ കിട്ടില്ല, അത് കിട്ടില്ല. അത് അവര് ഇങ്ങോട്ട് എഴുതി ചോദിക്കും. അതായത് ഇത് തെരുവുനായ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ, ഇത് എവിടെ വെച്ചിട്ടാണ് ഇടിച്ചത്, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നൊക്കെ ചോദിച്ചു ഇങ്ങോട്ട് എഴുതും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എഴുതും. അതിപ്പോ പറയാൻ പറ്റില്ല നമുക്ക്. അതിപ്പോ അവരുടെ ക്വസ്റ്റ്യൻസ് അനുസരിച്ചല്ല നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്താന്ന് എഴുതണമെന്നും പറയാൻ പറ്റില്ല. അത് മാത്രല്ല ഫണ്ടില്ല, ഫണ്ട് വേണല്ലോ പൈസ തരണമെങ്കിൽ. സാറേ പറയരുത് സാറേ, ചികിത്സക്ക് വേണ്ടിയിട്ട് തന്നെ എനിക്ക് ഒരുപാട് പൈസ ചെലവായി. പിന്നെ ആ വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി വിട്ടെടുക്കണമെങ്കിൽ അതിനൊരു 5-8,000 ഉറുപ്പ്യ വേണം. 3 മാസത്തെ വാടകയും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതിനെല്ലാരും കൂടെ ഇപ്പോൾ ഞാൻ പ്രതീക്ഷ വെച്ചിട്ടുള്ളത് ഇപ്പൊ ഈ ധനസഹായമാണ്. അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ആകെ ഞാൻ ബുദ്ധിമുട്ടിലാവും. സാർ എങ്ങനെയെങ്കിലും മനസ്സ് വെച്ചിട്ട് അതൊന്ന് ശരിയാക്കി തരണം. പിന്നെ വേറെയും പൈസ ചെലവായി. ഇപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഡോക്ടർക്കൊക്കെ വേറെ കൊടുത്തു. അതൊക്കെ അല്ല, അത് നോക്കണ്ട, അപ്പൊ എന്തായാലും ഇപ്പൊ കിട്ടുമല്ലോ. അത് എല്ലതും കൂടി ഇപ്പൊ ഇടിച്ചേന്ന് കിട്ടണം അല്ലേ? അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എറണാകുളത്ത് അവിടെ പോയിട്ടേ പരാതി കൊടുക്കുക. അപ്പൊ അത് ഏകദേശം ഒരു വർഷത്തിനകത്ത് ഏകദേശം അറിയാൻ പറ്റും പൈസ കിട്ടുമോ കിട്ടില്ല എന്നുള്ളത്. 1 വർഷമോ? ഒരു വർഷം എടുക്കും സാർ. 1 വർഷമൊക്കെ എടുക്കും അത് അറിയാൻ. അതും കിട്ടുമോ കിട്ടില്ല എന്ന് അറിയാൻ. ചിലപ്പോ ഒരു 2000 രൂപ വരെ കിട്ടും ചെയ്യാട്ടോ. 2000 ഉറുപ്പിക? വെറും 2000? പിന്നെ എത്രയാ വേണ്ടത് ഒരു പട്ടിക്കുറുക ചാടിയന്? 2 ലക്ഷം? ഏടോ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി പോയിട്ട് വരെ പട്ടീനെ അടിക്കില്ലേ? ഇവിടെ ഇരിക്കോ? ന്യായം